സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാൻ പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ SB കോളേജിലാണ്. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പഠിച്ചിറങ്ങിയ ഒരു കോളേജാണ്. വളരെ മനോഹരമായ കോളേജാണ്. ഇവിടുത്തെ കുട്ടികളൊക്കെ വളരെ മനോഹരമാണ്. നമുക്ക് ഏതായാലും ആദ്യത്തെ എപ്പിസോഡ് അങ്ങോട്ട് പോകാം. ഇവിടെ കുട്ടികൾ സ്ക്രിപ്റ്റൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. എന്റെ 16ാമത്തെ വയസ്സിൽ ഈ തലയിൽ ഭാരം കയറ്റി തുടങ്ങിയതാ. ഭാരോ? അതെ, കോടികളുടെ ഭാരം. ഈ ബിസിനസ്, കാശ്, കണക്ക് മടുത്തു. നിലം തൊടാത്ത യാത്രകൾ. അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്ചു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കോടികൾ മാത്രം സമ്പാദിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന അച്ഛൻ, ക്ലബും സൗന്ദര്യ മത്സരങ്ങളുമായി കറങ്ങി നടക്കുന്ന അമ്മ, സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച ഒരു പെങ്ങൾ. ഇതിനിടയിൽ എനിക്ക് എവിടുന്ന് സ്നേഹം കിട്ടാൻ? അയ്യോ പാവം. അച്ഛാ, അമ്മേ, ഈ വീട്ടിൽ വന്നപ്പോഴാണ് സ്നേഹമുള്ള, സംസ്കാരമുള്ള ഒരു കുടുംബത്തെ ഞാൻ കണ്ടത്. അച്ഛൻ എനിക്ക് വേണ്ടി 50 കോടി രൂപയുടെ സ്വത്തുള്ള പെണ്ണിനെ ആലോചിച്ച് വെച്ചിരിക്കുക. എനിക്കെന്തിനാ കോടികൾ? പറയൂ, ഈ സ്നേഹത്തിന്റെ മുന്നിൽ കോടികൾക്ക് എന്താണ് വില? ദാറ്റ് ഈസ് നത്തിങ് ഓഫ് ദി. SB കോളേജിലെ കുട്ടികൾ എന്നാണ് ഭയങ്കര ഉഷാറിലാണ്. അപ്പോൾ ആദ്യം തന്നെ ശ്രീരാഗമോ തേടുന്നു. അപ്പോൾ ശ്രീരാഗ് തന്നെ വരും ആദ്യം. ആരാണ് ശ്രീരാഗ്? ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ശ്രീരാഗ്? മാസ് എൻട്രി ആയിരുന്നല്ലോ ശ്രീരാഗ്. എവിടെയാണ് ശ്രീരാഗിന്റെ നാട്? എൻ്റെ നാട് എടത്വ എന്ന സ്ഥലത്ത്, എടത്വ കളങ്ങര എന്ന് പറയും. അറിയാം. ഇവിടെ ഏതിനാ മുമ്പ് പഠിക്കുന്നത്? ഞാൻ BA മലയാളം സെക്കൻഡ് ഇയർ. ഓക്കെ. ഈ പ്രോഗ്രാമൊക്കെ കാണുന്നുണ്ടോ? പണ്ട് കേട്ട്. വെരി ഗുഡ്. അപ്പോൾ എന്തായാലും നമ്മൾ നിന്നിലൊരു ഭയങ്കര ഒരു എനർജി, പോസിറ്റീവ് എനർജി നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് അടിച്ചു. ആണോ? വെരി ഗുഡ്. ശ്രീരാഗ് നല്ലൊരു കൈയടി കൊടുത്തു. റെഡി, ആക്ഷൻ. എൻ്റെ 16ാമത്തെ വയസ്സിൽ തലയിൽ ഭാരം കയറ്റി തുടങ്ങിയതാ. പല നിലം തൊടാതെയുള്ള യാത്രകൾ. അമേരിക്ക, നിലം തൊടാതെ. അമേരിക്ക, UK, ലണ്ടൻ, കൊറിയ, ജപ്പാൻ, ചൈന. കൊറിയൊക്കെ ഉണ്ടായിരുന്നു, ചൈന. ഓക്കെ, എന്നാലും കിടക്കട്ടെ, അവൻ്റെ ഇഷ്ടമല്ലേ. അച്ഛൻ എപ്പോഴും അങ്ങനെ ടൂറില്ല. ഇപ്പൊ രാവിലെ നമ്മൾ കണ്ടിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചാൽ പറയും ജപ്പാനിലാണ്. ജപ്പാൻ, കൊറിയ, കേരള, കേരള, പറവൂര്, പയ്യന്നൂര്, സ്റ്റാച്ചു, പേട്ട, തിരുവനന്തപുരം. തിരുവനന്തപുരം. അങ്ങനെ തിരുവനന്തപുരമുള്ള യാത്രകൾ. സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന അച്ഛൻ, സൗന്ദര്യ മത്സരങ്ങളും നൈറ്റ് ക്ലബ്ബുമായി മറക്കുന്ന അമ്മ, സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച പെങ്ങൾ. അങ്ങനെ ഈ വീട്ടിൽ വന്നപ്പോഴാണ് സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. ഇവിടെ വന്നപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് 50 കോടി സ്വത്തുള്ള പെണ്ണിനെ നോക്കി വെച്ചതാ. പക്ഷേ ദിസ് ഈസ് നത്തിങ് ഓഫ് ദാറ്റ്. ഇതൊക്കെയല്ലേ സ്നേഹം, ഇതൊക്കെയല്ലേ എനിക്ക് വേണ്ടത്. താങ്ക് യു. ഇനി ഉണ്ടല്ലോ ബാക്കി ഡയലോഗ് അവിടെ. ഇത്ര അഭിനയിച്ചൊന്നും കൂടെ പറയും. നേരിടുന്നത് കൊണ്ട് എന്താ? എൻ്റെ 16ാമത്തെ വയസ്സിൽ ഭാരം കയറ്റി തുടങ്ങിയതാ. ബിസിനസിന്റെ ഭാരം. എവിടെ? തലയില്. സത്യം വേണേ തലയെ തൊട്ട് സത്യം ചെയ്യാം. ബിസിനസിന്റെ ഭാരം. നിലം തൊടാത്ത യാത്രകൾ. അമേരിക്ക, ലണ്ടൻ, കൊറിയ, ജപ്പാൻ, ഇന്ത്യ, കേരള, പയ്യന്നൂര്, തിരുവനന്തപുരം, പേട്ട, സ്റ്റാച്ചു. എങ്ങനെയുണ്ട് സർ? സൂപ്പർ. അങ്ങനെ യാത്രകൾ. എനിക്കൊരിക്കലും സ്നേഹം കിട്ടിയിട്ടില്ല. ബിസിനസ്, പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന അച്ഛൻ, അല്ല സൗന്ദര്യ മത്സരങ്ങളിലും ക്ലബിലും നടക്കുന്ന അമ്മ, സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച പെങ്ങൾ. ഇവിടെ വന്നപ്പോഴാണ് സ്നേഹത്തിന്റെ വില എനിക്ക് മനസ്സിലായത്. അച്ഛാ, അമ്മേ, പറയാം. എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി 50 കോടിയുടെ സ്വത്തുള്ള പെണ്ണിനെ നോക്കി വെച്ചതാ. പക്ഷെ ഇവിടെ വന്നപ്പോ ഈ സ്നേഹത്തിന് മുമ്പിൽ അതൊക്കെ എന്ത്? ദിസ് ഈസ് നത്തിങ് ഓഫ് ദാറ്റ്. ഓക്കെ, നീ വിജയിക്കും, എവിടെ ചെന്നാലും വിജയിക്കും. യെസ്. അപ്പം ശ്രീരാഗിൻ്റെ മനോഹരമായ പെർഫോമൻസിന് ശേഷം വരുന്നു മിസ്റ്റർ അമിത്.
എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഏതിലാ പഠിക്കുന്നത് ഇവിടെ? നാട് എവിടെയാണ്? കോട്ടയത്താണ്. റെഡി, ആക്ഷൻ. എന്റെ തലയിൽ 16-ാമത്തെ വയസ്സിൽ എന്റെ തലയിൽ ഭാരം കെട്ടി വെച്ച് ബിസിനസ് അതുമേ പോയി. മനസ്സിലായി 16-ാമത്തെ വയസ്സിൽ എന്റെ തലയിൽ ബിസിനസിന്റെ ഭാരം കയറ്റി വെച്ച് തുടങ്ങിയതാണ്. കോടികളുടെ ഭാരം. കണക്ക് മടുത്തു ഞാൻ. പണം, ബിസിനസ്, പണം, ബിസിനസ്, കാശ്, ഞാൻ എല്ലാം മടുത്തു. പറഞ്ഞു കൊടുത്താ ഹെൽപ്പ് ചെയ്യാം. നിലം തൊടാത്ത യാത്രകൾ. ലണ്ടൻ, ജപ്പാൻ, കണ്ണൂർ, പൂജപ്പുര, സെൻട്രൽ ജയിൽ, തിരുവനന്തപുരം. സെൻട്രൽ ജയിലാ? ഓക്കെ. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. കോടികളുടെ സമ്പാദിക്കുന്ന പുറകെ നടക്കുന്ന അച്ഛൻ, ക്ലബും സൗന്ദര്യങ്ങളുമായി നടക്കുന്ന അമ്മ. സൗന്ദര്യങ്ങൾ കേട്ടോ. അല്ല, സൗന്ദര്യമായി നടക്കുന്ന അമ്മ. മത്സരം, സൗന്ദര്യം കിട്ടാതെ തൂങ്ങി മരിച്ച പെങ്ങൾ. സൗന്ദര്യം കിട്ടാതെ അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. സൗന്ദര്യം കിട്ടാതെ തൂങ്ങി മരിച്ച പെക്കളത് എന്താ കറക്റ്റ് ചെയ്തോട്? സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച പെങ്ങൾ. സ്നേഹം എന്താണെന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല. ഈ കുടുംബത്ത് വന്നപ്പോഴാണ് എന്നെ ലഭിച്ചത്. കൈവിട്ട് പോയി. ആര്? അച്ഛനെ. അച്ഛൻ കൈവിട്ട് പോയി. വാതിലിൽ മുട്ടിയതാ. ഓ ഭാഗ്യം, നീ കോളിമ്പല്ലാണെന്ന് കണ്ണി കുത്തിയില്ല. എനിക്ക് വേണ്ടി 50 കോടി സ്വത്തുള്ള ഒരു പെണ്ണിനെ കണ്ടുവെച്ചതാ അച്ഛൻ. അച്ഛൻ. എനിക്ക് നഷ്ടപ്പെട്ട 3 കോടി വീണ്ടെടുക്കാൻ 5 കോടി മുടക്കാനും എനിക്ക് മടിയില്ല. എനിക്ക് എന്തിനാ അച്ഛാ ഈ പണം? എനിക്ക് നിങ്ങളുടെ കോടികളുടെ സ്നേഹം മതി. കോടികളുടെ സ്നേഹം? കോടികളെ മാറ്റി. കോടികളേക്കാൾ വലുതാണ് നിങ്ങളുടെ സ്നേഹം. Yes, that is nothing. Thank you. പിന്നെ ഞാൻ വേദനിക്കുന്ന കോടീശ്വരനാണ്. ഒന്നും ആരും അറിയുന്നില്ലല്ലോ. ഇത്രയും സാധനം നീ അഭിനയിച്ചു ഇത്രയും പറഞ്ഞാൽ മതി. ആക്ട് ചെയ്ത് പറഞ്ഞു, ഫേഷ്യൽ എക്സ്പ്രഷൻ. മനസ്സിലായി. ഇനി അടിക്കണോ സാറേ? പറയുന്നത് ചെയ്താൽ മതി. ആക്ഷൻ. എൻ്റെ 16-ാമത്തെ വയസ്സിൽ കോടികളുടെ ഭാരം തലയേക്കറ്റി വെച്ചതാ. കണക്ക്, കാശ് മടുത്തു. കോടികളുടെ ഭാരം. കണ്ടോളൂ, ഇതാണ് ആ രേഖ. നിലം തൊടാത്ത യാത്രകൾ. ലണ്ടൻ, ജപ്പാൻ, കൊറിയ, അമേരിക്ക, പൂജപ്പുര, സെൻട്രൽ ജയിൽ, തിരുവനന്തപുരം. സെൻട്രൽ ജയിൽ വഴി അങ്ങ് യാത്ര ചെയ്തല്ലേ? ബിസിനസ് അല്ലേ? എത്ര രാജ്യങ്ങൾ. എനിക്ക് സ്നേഹം എന്താണെന്ന് ലഭിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് സ്നേഹം മനസ്സിലാക്കിയത്. കാശിന്റെ പുറകെ നടക്കുന്ന അച്ഛൻ, ക്ലബും സൗന്ദര്യമായി നടക്കുന്ന അമ്മ, സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച പെങ്ങൾ. എനിക്കിതിൻ്റെ ഇടയിൽ എവിടുന്ന് സ്നേഹം കിട്ടാന്? ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് എല്ലാം കിട്ടിയത്. എനിക്ക് വേണ്ടി ഒരു പെണ്ണിനെ അച്ഛൻ കാത്തു വെച്ചിട്ടുണ്ട്. എത്ര കോടിയുടെ? 50 കോടിയുടെ. എന്തിനാ അച്ഛൻ എനിക്ക് ഇത്രയും കോടി? നിങ്ങളുടെ സ്നേഹം പോരെ. ദാറ്റ് ഈസ് നത്തിങ് ഓഫ് ദാറ്റ്. വേദനിക്കുന്ന കോടീശ്വരനാ ഞാൻ. പ്ലീസ്. ഓക്കെ, താങ്ക് യു. മോള് അവിടെ പോയി ചാച്ചിക്കോ, ഉറങ്ങിക്കോ. അടുത്തതായിട്ട് നമ്മുടെ വേദിയിലേക്ക് വരും. എന്താണ് മോളുടെ പേര്? ആമിനത്ത് ഫിദ. നൈസ് നെയിമാണ്. 2 പേരാണല്ലേ? ആമിനത്ത് ഫിദ ഷെറിൻ. ഡബിള് അവിടെയും കണ്ടു, ഇവിടെയും കണ്ടു. കുടുംബി. വെരി ഗുഡ്, നൈസ് നെയിം. എവിടെ നാട്? മലപ്പുറത്താണ്. യെസ്. അപ്പോൾ നമ്മുടെ ഡയറക്ടർ അവിടെ നിന്നുകൊണ്ട് പറയുന്നത് ഇദ്ദേഹം നല്ല രീതിയിൽ പാടും. നമ്മുടെ ഡയറക്ടർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു 2 വരി, എനിക്കൊന്ന് മാപ്പിളപ്പാട്ടായിരിക്കും കൂടുതൽ, എല്ലാം പാടും. അപ്പോൾ ഏറ്റവും നല്ല മാസ്റ്റർ പീസായിട്ട് തോന്നുന്ന ഒരു പാട്ട് അങ്ങോട്ട് പാടുക. മനസ്സിൻ മടിയിലെ മാൻതളിരിൽ മയങ്ങോ മണിക്കൊരുന്നീ, പതിവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. അടിപൊളി, സൂപ്പർ. നല്ലൊരു മ്യൂസിക് പഠിച്ചിട്ടുണ്ടല്ലേ? ഇല്ല, പക്ഷെ നല്ല കൊള്ളാം, നന്നായി പാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഭിനയത്തിലേക്ക് കിടക്കാം. റെഡി, ആക്ഷൻ. എൻ്റെ 16-ാമത്തെ വയസ്സിൽ ഈ തലയിൽ ഭാരം കയറ്റി തുടങ്ങിയതാ. അതെ, കോടികളുടെ ഭാരം. കണക്ക്, ബിസിനസ്, കാശ് മടുത്തു. നിലം തൊടാത്ത യാത്രകൾ. ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, പൂജപ്പുര, വിയ്യൂർ, തിരുവനന്തപുരം, ഗോവ, സിക്കിം, നാഗാലാൻഡ്. എന്റെ ചിറാപ്പുഞ്ചി എവിടെ എന്റെ ദൈവമേ? അങ്ങനെ സ്റ്റാച്യു, പാളയം, പട്ടം എന്നൊക്കെ. അങ്ങനെ എത്ര രാജ്യങ്ങൾ. സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പണത്തിന് പുറകെ ഓടുന്ന അച്ഛൻ, സൗന്ദര്യവും ക്ലബ്ബുമായി നടക്കുന്ന അമ്മ, സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച പെങ്ങൾ. ഇതിനിടയിൽ എനിക്കിവിടുന്ന് സ്നേഹം കിട്ടാനാണ്. അച്ഛാ, അമ്മയെ പറയൂ. 50 കോടി.
ഈ വീട്ടിൽ വന്നപ്പോഴാണ് സ്നേഹം എന്താണെന്ന് ഞാൻ അറിയുന്നത്. കുട്ടി വിഷമിക്കരുത്. അച്ഛൻ എനിക്ക് വേണ്ടി 50 കോടിയുടെ ഒരു പെണ്ണിനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ പെണ്ണിനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തിനാണ് കോടികൾ? പറയൂ കുട്ടി, പറയൂ കുട്ടി പറയണ്ട. ഓക്കെ, സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കുട്ടി വിഷമിക്കരുത്. ഒരു പെണ്ണ് വിഷമിക്കുന്നത് എനിക്കിഷ്ടമല്ല. വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് ഞാൻ. ഓക്കെ, അടിപൊളി. ഇത്രയും സാധനം ഒന്നുകൂടി ആക്ട് ചെയ്ത് പറയണം. യെസ്. എൻ്റെ 16ാമത്തെ വയസ്സിൽ ഈ തലയിൽ ഭാരം തെറ്റി തുടങ്ങിയതാണ്. പിന്നെന്താ, എനിക്ക് ഓർമ്മയില്ല. എന്താടോ ഇവിടെ നടക്കുന്നത്? എൻ്റെ 16ാമത്തെ വയസ്സിൽ ഈ തലയിൽ ഭാരം വെറ്റി തുടങ്ങിയതാ. കോടികളുടെ ഭാരങ്ങൾ. അതെ, ബിസിനസ്, കണക്ക്, പണം, മടുത്തു. ലണ്ടൻ, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, കേരള, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കോടികളുടെ ബിസിനസ്സുമായി നടക്കുന്ന അച്ഛൻ, ക്ലബും സൗന്ദര്യ പിണക്കവുമായി നടക്കുന്ന സൗന്ദര്യ മത്സരവുമായി നടക്കുന്ന അമ്മ, സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച പെങ്ങൾ. ഇതിനിടയിൽ എനിക്ക് ഇവിടുന്ന് സ്നേഹം കിട്ടാൻ അച്ഛാ, അമ്മേ, ഇവിടെ വന്നപ്പോഴാണ് ഞാൻ യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കുന്നത്. അച്ഛൻ എനിക്ക് വേണ്ടി 50 കോടിയുടെ പെണ്ണിനെ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കെന്തിനാണ് കോടികൾ? ഈ സ്നേഹത്തിന് മുന്നിൽ nothing is that is nothing of that. അതെ, വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് ഞാൻ. അതെ, കുട്ടി വിഷമിക്കരുത്. ഒരു പെണ്ണ് വിഷമിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല, പ്രത്യേകിച്ച് കുട്ടി വിഷമിക്കരുത്. ഓക്കെ, അടിപൊളി, സൂപ്പർ. കുട്ടി കൊള്ളാം. യെസ്. അടുത്തതായിട്ട് നമുക്ക് വിളിക്കാം മിസ്റ്റർ എബേസ്. എബേസ്, എന്താണ് വിശേഷം? ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഏത് ഇയർ? തേർഡ് ഇയർ. നാട് എവിടെയാണ്? റെഡി, ആക്ഷൻ. എൻ്റെ 16ാമത്തെ വയസ്സിൽ ഈ തലയിൽ ഈ ഭാരം കയറ്റി തുടങ്ങിയതാ. ബിസിനസ്, കണക്ക്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. മടുത്തു ഇതെല്ലാം. നിലം തൊടാത്ത യാത്രകൾ. കണ്ണൂർ, അമേരിക്ക, പൂജപ്പുര, വിയൂർ, തിരുവനന്തപുരം, അങ്ങനെ ഒട്ടനവധി യാത്രകൾ. ബിസിനസ് മാത്രം മുന്നിൽ കണ്ട് നടക്കുന്ന അച്ഛൻ, സൗന്ദര്യ മത്സരങ്ങൾ മാത്രം മുന്നിൽ കാണുന്ന അമ്മ, അങ്ങനെ സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച പെങ്ങൾ. ഇതിനിടയിൽ എനിക്ക് എവിടുന്ന് സ്നേഹം കിട്ടാനാ? നീ പറയൂ അച്ഛാ, അമ്മേ. ഈ വീട്ടിൽ വന്നപ്പോഴാണ് സംസ്കാരമുള്ള, സ്നേഹമുള്ള ഒരു കുടുംബത്തെ ഞാൻ കണ്ടത്. എനിക്ക് ഇച്ചിരി സ്നേഹം തരൂ. ഞാൻ വേദനിക്കുന്ന ഒരു കോടീശ്വരനാ, നിങ്ങൾക്ക് അറിയാവോ അത്? അച്ഛൻ എനിക്ക് വേണ്ടി 50 കോടി ഭാരമുള്ള സ്വത്തുള്ള 50 കോടി സ്വത്തുള്ള ഒരു പെണ്ണിനെ ആലോചിക്കുന്നുണ്ട്. എനിക്കത് വേണ്ട. എനിക്ക് ഈ സ്നേഹമുള്ള കുടുംബത്തെ മതി. ഞാൻ വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ്. ഒരു കുട്ടിയുടെയും വിഷമം കാണുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ പ്രത്യേകിച്ച് കുട്ടിയെ അനുവദിക്കുകയുമില്ല. എന്റെ 16ാമത്തെ വയസ്സിൽ ഈ തലയിൽ ഭാരം കയറ്റി തുടങ്ങിയതാ. ബിസിനസ്, കോടികളുടെ കണക്ക്. മടുത്തു ഇതെല്ലാം. നിലം തൊടാത്ത യാത്രകൾ. അമേരിക്ക, ലണ്ടൻ, വാഷിംഗ്ടൺ DC, തിരുവനന്തപുരം, കണ്ണൂർ, പൂജപ്പുര, അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങൾ. എനിക്ക് മടുത്തു ഇതെല്ലാം. സ്നേഹം കിട്ടാതെ മരിച്ചൊരു പെങ്ങൾ. ബിസിനസ് മാത്രം മുന്നിൽ കണ്ട് നടക്കുന്ന അച്ഛൻ. പെങ്ങളെങ്ങനെ മരിച്ചത്? പെങ്ങളിങ്ങനെ തൂങ്ങി മരിച്ചു. ഇന്നലെ ഇരുന്ന് உங்களுக்கு ദീപാവലി അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. എന്റെ കുടുംബത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ. ഇവിടെ വന്നപ്പോഴാണ് സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. കുട്ടിക്കറിയോ, ഞാൻ വേദനിക്കുന്ന ഒരു കോടീശ്വരനാ. ഒരു പെണ്ണിന്റെ വിഷമം കാണുവാൻ എനിക്ക് സാധിക്കുകയില്ല. അച്ഛൻ എനിക്ക് വേണ്ടി 50 കോടി സ്വത്തുള്ള ഒരു പെണ്ണിനെ അവിടെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് വേണ്ട. എനിക്ക് കുട്ടിയുടെ സ്നേഹം മതി. ഈ വീട്ടുകാരുടെ സ്നേഹം മതി. കുട്ടി, ഞാൻ നിന്നെ കൈവിടുകയില്ല. ചുരുക്കി പറഞ്ഞ സാർ ഇവിടെ എങ്ങും ജനിക്കേണ്ടവനല്ല. പക്ഷെ എന്ത് ചെയ്യാൻ, ഞാൻ ഇവിടെ ജനിച്ചു പോയി. യെസ്. അപ്പോൾ ഹെബേസ്, എനിക്ക് തോന്നുന്നത് ആ ഡയലോഗ് ഇത്രയും പറഞ്ഞത് ആരോ കണ്ടുവച്ചിട്ടുണ്ട്. അവർക്കുള്ളൊരു ഡയലോഗായിട്ട് എനിക്ക് തോന്നി. കാരണം ആരെ പ്രപ്പോസ് ചെയ്യുന്ന കണക്കുള്ളൊരു സാധനമാണ്. സത്യമാണോ? നിന്നെ ഞാൻ കൈവിടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഡയലോഗ്. ഓക്കെ, രക്ഷപ്പെട്ടോ. അടുത്ത് നമുക്ക് വിളിക്കാം മിസ്റ്റർ നവീൻ. നവീനെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറയൂ. എല്ലാവരും ആണ്. ഈ കോളേജിനെ കുറിച്ച് 2 വാക്ക് പെട്ടെന്ന് പറയും. വളരെ നല്ല കോളേജാണ്. ഇവിടെ അടുത്തുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച കോളേജാണ്. ആ, ശരി. അടുത്ത് വേറെ ഒരുപാട് കോളേജുകളുണ്ട് അല്ലേ? ഓക്കെ. ഇവിടെ ഏതാ നമ്മൾ പഠിക്കുന്നത്? ഏതാണ് നാട്? ചെങ്ങന്നൂർ. റെഡി, ആക്ഷൻ. എൻ്റെ 16ാം വയസ്സിൽ ഭാരം തലയിൽ കയറ്റി തുടങ്ങിയവനാണ് ഞാൻ. കോടികളുടെ കണക്ക്.
അത് ആലോചിച്ചു, നീ ഇത് ആലോചിക്കുക. കോടികളുടെ കണക്ക് ബിസിനസ് മടുത്തു. മടുത്തു നിലംതൊടാനുള്ള യാത്രകൾ, അമേരിക്ക, ലണ്ടൻ, കണ്ണൂർ, തിരുവനന്തപുരം, പേട്ട സ്റ്റാച്ചു, അങ്ങനെ എത്ര രാജ്യങ്ങൾ. കോടികൾ സമ്പാദിക്കണമെന്ന് മാത്രം ശ്രദ്ധിക്കുന്ന അച്ഛൻ, ക്ലബും സൗന്ദര്യ മത്സരങ്ങളുമായി നടക്കുന്ന അമ്മ, സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച ഒരേ ഒരു പെങ്ങൾ. എനിക്ക് ഇവിടുന്ന് സ്നേഹം കിട്ടാനാണ്. അച്ഛ, അമ്മേ, ഇവിടെ വന്നപ്പോഴാണ് സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. സംസ്കാരവും സ്നേഹവും എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. ഇത് പറയാനാണോ എത്ര താമസം? അച്ഛൻ എനിക്ക് വേണ്ടി 50 കോടി ആസ്തിയുള്ള ഒരു പെണ്ണിനെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. എനിക്ക് പക്ഷേ ആ 50 കോടി വേണ്ട അച്ഛ. ഒരു പെണ്ണും സങ്കടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ശരിക്കും ഇഷ്ടമല്ലേ? അല്ല ശരിക്കും ഇഷ്ടമല്ല. പിന്നെ ഒരു വേദനിക്കുന്ന കോടീശ്വരനാണ് ഞാൻ. അപ്പോൾ യഥാർത്ഥം നീ വേദനിക്കുന്നുണ്ടോ ഇവിടെ നിന്നപ്പോൾ? രക്ഷപ്പെട്ടോ നീ? അടുത്തത് മോള് പേരെന്താണ്? വേണ്ടാന്നൊരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കും കേട്ടോ. കൊള്ളാം, നല്ല പേര്. അതെ, എന്ത് ചെയ്യുന്നു? നേഹ, സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചല്ലേ? ഓക്കെ, ഏതിനായിരുന്നു പഠിക്കുന്നത് അവിടെ? നാടെവിടെ? കണ്ണൂർ. അപ്പം നമുക്ക് അഭിനയം അങ്ങോട്ട് കഴിച്ചു നോക്കാം. റെഡി, ആക്ഷൻ. 16-ാമത്തെ വയസ്സിൽ ഭാരം കയറ്റി തുടങ്ങിയതാണ് ഇത്താലിയിൽ. ബിസിനസിന്റെ ഭാരം, കാശ്, കണക്ക്, മടുത്തു. നിലംതൊടാത്ത യാത്രകൾ, അമേരിക്ക, ലണ്ടൻ, ഇന്ത്യ, കേരള, പൂജപ്പുര, സ്റ്റാച്ചു, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. ഇതിനിടയിൽ എവിടെ നിന്നാണ് എനിക്ക് സ്നേഹം കിട്ടിയത്? ബിസിനസ്സിന് പുറകെ നടക്കുന്ന അച്ഛൻ, സൗന്ദര്യവും ക്ലബുമായി നടക്കുന്ന അമ്മ, സ്നേഹം കിട്ടാതെ മരിച്ച പെങ്ങൾ. ഇതിനിടയിൽ എവിടെ നിന്ന് എനിക്ക് സ്നേഹം കിട്ടുന്നു? അച്ഛ, അമ്മേ, ഇവിടെ വന്നപ്പോഴാണ് സ്നേഹവും സംസ്കാരമുള്ള ഒരു കുടുംബത്തെ ഞാൻ കാണുന്നത്. ആക്ടിങ് കൂടെ വരണം. അത് വരത്തില്ലെന്ന്. എനിക്ക് വേണ്ടി അച്ഛൻ 50 കോടി ആസ്തിയുള്ള പെണ്ണിനെ റെഡിയാക്കിയിട്ടുണ്ട്. എനിക്കെന്തിനാ കോടികൾ? ഈ നിങ്ങളുടെ സ്നേഹം മാത്രം മതി. വിഷമിക്കരുത്. വേദനിക്കുന്നൊരു കോടീശ്വരനാണ് ഞാൻ. ആണോ? ശരിക്കും? മതി. എന്നാ ഓക്കെ, ബൈ. എങ്ങനെയുണ്ട്? യെസ്, അപ്പോൾ ഞാൻ തുടക്കം തന്നെ പറഞ്ഞു SB കോളേജിലെ കുട്ടികൾ ഭയങ്കര വൈബ്രൻ്റ് ആണ്, അടിപൊളിയാണെന്നൊക്കെ. അതാ ലിറ്ററലി അത് കറക്റ്റ് തന്നെ ആയിരുന്നു. ഓരോ കുട്ടികളും അത് അവരുടെ കയ്യിൽ ഒരുപാട് കണ്ടൻറ്റാണ്, വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് തന്നെ ഇവിടെ തീരുന്നില്ല. നമുക്ക് ഇവരെ കൊണ്ട് തന്നെ അടുത്ത വീക്കിൽ കൂടെ നമുക്ക് അടുത്ത ദിവസം കൂടെ നമുക്ക് ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് കഴിവുള്ളവരാണ് എല്ലാവരും. സോ ഇപ്പോൾ തൽക്കാലം നമ്മൾ വിട പറയുകയാണ്. ഗുഡ് ബൈ.